സിന്ധു നദീജല കരാറിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചെനാബ് അണക്കെട്ട് പദ്ധതിയുടെ കീഴിലുള്ള ക്വാർ അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കുകയാണ് ഇന്ത്യ. ഇതിനായി ഇന്ത്യ 3119 കോടി രൂപ വായ്പ തേടുന്നതായാണ് സൂചന. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലെ ചെനാബ് നദിയിലെ ഒരു പ്രധാന ഗ്രീൻഫീൽഡ് സംഭരണ പദ്ധതിയാണ് ക്വാർ അണക്കെട്ട്. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്നാണ് ഈ ഒരു നീക്കം. ഇത് താഴ്ന്ന പ്രദേശങ്ങളിലെ ജലപ്രവാഹത്തെ ബാധിക്കുമെന്ന ആശങ്ക പാകിസ്ഥാനിൽ ഉയർന്നിരുന്നു. ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പേൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തിവച്ചത്. തീവ്രവാദികൾ തങ്ങളുടെ ഇരകളെ മതപരമായ വ്യക്തിത്വം സ്ഥിരീകരിച്ച ശേഷം തിരഞ്ഞെടുത്ത് 26 പേരെ, അതും നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുകയായിരുന്നു. പാകിസ്ഥാൻ ആർമി മേധാവി അസീം മുനീർ പാകിസ്ഥാനിലെ ഒരു സമ്മേളനത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രങ്ങളാണെന്നും അവർക്ക് ഒരുമിച്ച് സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ലെന്നും മുനീർ പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 2% വരുന്ന ഒരു പ്രധാന ന്യൂനപക്ഷ സമൂഹമാണ് ഹിന്ദുക്കൾ എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പേൽഗാമിലെ ഭീകരാക്രമണത്തെ മുനീറിന്റെ വിദ്വേഷ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലോകം കണ്ടത്. അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വഷളായി. മെയ് മാസത്തിൽ ഇന്ത്യൻ സൈന്യം പാക് അധീന കശ്മീരിലെ 12ഓളം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. തുടർന്ന് ഇരു രാജ്യങ്ങളും 4 ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടു. പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തി നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി തിരിച്ചടിച്ചു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും മറ്റ് സൈനിക കേന്ദ്രങ്ങൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തി ഇന്ത്യ. ഗണ്യമായ ശക്തിയോടെ ഇന്ത്യയും തിരിച്ചടിച്ചു, പ്രതികരിച്ചു. ഇത് ഇസ്ലാമാബാദിനെ വെടിനിർത്തൽ തേടുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. 1965, 1971, 1999 എന്നീ 3 യുദ്ധങ്ങളെ അതിജീവിച്ച 1960-ലെ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്വാർ ജലവൈദ്യുത പദ്ധതി വേഗത്തിലാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പ്രാധാന്യം ലഭിക്കുന്നത്. NHPC ലിമിറ്റഡിന്റെയും ജമ്മു കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ ചെനാബ് വാലി പവർ പ്രോജക്ട്സ് ലിമിറ്റഡ് CVPPL ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 540 മെഗാവാട്ട് പദ്ധതിക്ക് ഭാഗികമായി ധനസഹായം നൽകുന്ന 3119 കോടി രൂപയുടെ ടേം ലോണിന് ഏറ്റവും മത്സരാധിഷ്ഠിത പലിശ നിരക്കുകൾ ഉറപ്പാക്കാൻ CVPPL നിരവധി ധനകാര്യ സ്ഥാപനങ്ങളെയും അതുപോലെ ബാങ്കുകളെയും സമീപിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ആകെ ചെലവ് 4526 കോടി രൂപയാണെന്ന് CNN ന്യൂസ് 18 ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. 2024 ജനുവരിയിൽ ചെനാബ് നദിയുടെ വഴിതിരിച്ചുവിടൽ വിജയകരമായി പൂർത്തിയാക്കിയതോടെ പദ്ധതിയുടെ ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. ഈ നിർണായക നടപടി പ്രധാന അണക്കെട്ടിന്റെ പണികൾ ആരംഭിക്കാൻ സഹായിച്ചു. നിലവിലവ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ശ്രദ്ധേയമായ 609 മീറ്റർ നീളമുള്ള പ്രധാന ആക്സസ് ടണലിന്റെ ഖനനവും ആരംഭിച്ചു. ഇത് ഒന്നിലധികം മേഖലകളിൽ ഗണ്യമായ പുരോഗതി അടയാളപ്പെടുത്തുന്നു. കിഷ്ത്വാർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്വാർ പദ്ധതിയിൽ 109 മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടിന്റെ നിർമ്മാണം ഉൾപ്പെടുന്നു. പ്രവർത്തനക്ഷമമാകുമ്പോൾ പ്രതിവർഷം 1975 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2022 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തറക്കല്ലിട്ടു. 2027ഓടെ പദ്ധതി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാന നാഴികക്കല്ലുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് സർക്കാർ യോജിച്ച ശ്രമങ്ങൾ നടത്തിവരികയുമാണ്. ക്വാർ ജലവൈദ്യുത പദ്ധതിയുടെ വിജയകരമായ കമ്മീഷൻ ഈ മേഖലയിലെ ഊർജ്ജ ലഭ്യത വർദ്ധിപ്പിക്കുകയും അതുപോലെ ജമ്മു കാശ്മീരിലെ വ്യാവസായിക വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യും.